തീവ്ര വലതുപക്ഷ ഇസ്ലാമിക സംഘടനയായ തെഹ്രീ-ഇ-ലെബായിക് പാകിസ്ഥാൻ TLPക്കെതിരെ അധികൃതർ വൻതോതിലുള്ള നടപടികൾ ആരംഭിച്ചതോടെ ഞായറാഴ്ച പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ സ്ഥിതി കൂടുതൽ വഷളായതായി ഡോൺ റിപ്പോർട്ട് ചെയ്തു. നിലവിൽ പാകിസ്ഥാന്റെ സ്ഥിതിഗതികൾ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പഞ്ചാബിലുടനീളം കുറഞ്ഞത് 170 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ഇസ്ലാമാബാദിലേക്കുള്ള പാർട്ടിയുടെ മാർച്ച് തടയുന്നതിനായി വഴികൾ അടയ്ക്കുകയും ചെയ്തു. ഞായറാഴ്ച പുലർച്ചെ മുരുദ്കയിൽ വലിയൊരു പോലീസ് സംഘത്തെയും പാകിസ്ഥാൻ റേഞ്ചേഴ്സിനെയും വിന്യസിച്ചിരുന്നു. TLP പ്രതിഷേധ ക്യാമ്പ് വളഞ്ഞത് വലിയൊരു ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. TLP അനുകൂലികൾ തലസ്ഥാനത്തേക്ക് മുന്നേറുന്നത് തടയാൻ നിയമപാലകർ കിടങ്ങുകൾ കുഴിക്കുകയും വഴികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. നേരത്തെ TLP അനുഭാവികൾ ലാഹോറിനടുത്തുള്ള മുരുദ്കയിൽ തമ്പടിച്ചിരുന്നു. ഇസ്ലാമാബാദിൽ നിന്നും ഏകദേശം 4 മണിക്കൂർ അകലെയാണിത്. പാലസ്തീനികൾക്കൊപ്പം ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തലസ്ഥാനത്തെത്താൻ ഈ സംഘം ഇപ്പോഴും പാടുപെടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ ഇസ്രായേലും ഹമാസും ബന്ദികളെ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്. 2 വർഷത്തെ ഗാസ യുദ്ധത്തിന്റെ അവസാനമായി കണക്കാക്കി ബന്ദികളെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേനയും ഇസ്രായേൽ അധികൃതരും ഒരുക്കുകയാണ്. ഗാസയിൽ ഹമാസ് ഭീകര സംഘടനയുടെ തടവിലാക്കിയ ബന്ദികളുടെ മോചനം തിങ്കളാഴ്ച പുലർച്ചെ ആരംഭിക്കുമെന്നാണ് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ പ്രതിഷേധങ്ങൾ രൂക്ഷമാവുകയാണ്. മുരുദ്കയ്ക്ക് അപ്പുറത്തേക്ക് നീങ്ങാൻ ഗ്രൂപ്പിന്റെ അനുയായികൾ നടത്തിയ 2 വ്യത്യസ്ത ശ്രമങ്ങൾ പോലീസ് ബലപ്രയോഗം നടത്തി ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചതോടെ പരാജയപ്പെട്ടു. ലാഹോറിലെ ഷഹ്ദാര പ്രദേശത്ത് പോലീസ് കേന്ദ്രങ്ങൾക്ക് നേരെ അക്രമാസക്തമായ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് പാകിസ്ഥാനിൽ അശാന്തി ഉടലെടുത്തത്. TLP അനുയായികൾ 18 ഔദ്യോഗിക മോട്ടോർ സൈക്കിളുകൾ കൊള്ളയടിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും സർക്കാർ വാഹനങ്ങൾ തോക്കിൻമുനയിൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ഏറ്റുമുട്ടലിനിടെ തട്ടിക്കൊണ്ടുപോയിരിക്കാമെന്ന് ഭയത്തെ തുടർന്ന് ചില പോലീസുകാരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. 5 ജില്ലകളിലായി സേനയെ അതീവ ജാഗ്രതയിൽ നിർത്തിയിട്ടുണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് സജ്ജരായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡോൺ റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച പോലീസ് കൂടുതൽ സേന മുരുദ്കയിലെത്തിയതായി ലാഹോർ ഓപ്പറേഷൻസ് DIG ഫൈസൽ കമ്രാൻ സ്ഥിരീകരിച്ചു. പോലീസ് നടപടിയെ TLP മേധാവി സാദ് റിസ്വി അപലപിച്ചു. അധികാരികൾ തന്റെ അനുയായികൾക്കെതിരെ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചു. ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമാബാദിലേക്ക് മാർച്ച് നടത്താൻ താൻ അനുമതി നൽകിയിട്ടില്ലെങ്കിലും പോലീസ് ധാരാളം പാർട്ടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനാണ് റാലിയെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഇസ്രായേലിനെ അംഗീകരിക്കരുതെന്ന് ആവർത്തിച്ചു. എന്നിരുന്നാലും ആഭ്യന്തര കൂടിയാലോചനകൾ നടത്തുമ്പോൾ ശാന്തത പാലിക്കാനും തന്റെ അടുത്ത ഉത്തരവുകൾക്കായി കാത്തിരിക്കാനും റിസ്വി അനുയായികളോട് അഭ്യർത്ഥിച്ചു. സഹിവാൾ ഡിവിഷനിലെ 3 ജില്ലകളിലായി പാർട്ടി പ്രവർത്തകർ, ഭാരവാഹികൾ, പ്രവർത്തകർ എന്നിവരുൾപ്പെടെ ഏകദേശം 170 പേരെ സമാധാന പരിപാലന നിയമത്തിന്റെ സെക്ഷൻ 3 പ്രകാരം കസ്റ്റഡിയിലെടുത്തതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെള്ളിയാഴ്ചയ്ക്കും ശനിയാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രിയിലെ ഓപ്പറേഷനുകൾ വിവിധ വീടുകളെയും പ്രാദേശിക ഓഫീസുകളെയും ലക്ഷ്യം വെച്ചായിരുന്നു. തടവുകാരെ പിന്നീട് പാക്പട്ടൺ, സഹിവാൾ, ഒഗാര എന്നിവിടങ്ങളിലെ സെൻട്രൽ ജയിലുകളിലേക്ക് മാറ്റി. സംഘർഷം രൂക്ഷമായതോടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും ക്രമസമാധാന നിലയും അവലോകനം ചെയ്യുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്ഥിതിഗതികൾ സുസ്ഥിരമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ച നടപടികളെക്കുറിച്ചും നഖ്വി അദ്ദേഹത്തെ വിശദീകരിച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കടുത്ത മതനിലപാടുകൾക്കും അക്രമാസക്തമായ പ്രതിഷേധങ്ങളുടെ ചരിത്രത്തിനും പേരുകേട്ട TLPയെ 2021 ഏപ്രിൽ നിരോധിക്കുകയുണ്ടായി. ഭീകരവിരുദ്ധ നിയമപ്രകാരം നേതാവ് സാദ് റിസ്വിയെ അറസ്റ്റ് ചെയ്തതിനെ ചൊല്ലി അംഗങ്ങൾ പോലീസുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്നാണിത്. എന്നിരുന്നാലും പിന്നീട് നിരോധനം നീക്കിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.